ഹായ്, എല്ലാവർക്കും CNITസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ രണ്ടുപേരെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു കസ്റ്റമറുടെയും കൊച്ചി നിന്നുള്ളൊരു കസ്റ്റമറുടെയാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരാളുടെ ചുരിദാർ നൈറ്റിയും ഒരാളുടെ ഫ്രോക്ക് നൈറ്റിയാണ്. ചുരിദാർ നൈറ്റി നമുക്ക് ഫീഡിങ് സിബ് വെച്ച ചുരിദാർ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഫ്രോക്ക് നൈറ്റി കാണാം. ഇന്നത്തെ അവരുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഓർഡർ 3 എണ്ണത്തിൻ്റെയാണ് കേട്ടോ. 3 എണ്ണത്തിൻ്റെ ഓർഡറാണേ. നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റീസാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇതാണ് ഫസ്റ്റ് വരുന്നത്. റെഡിൽ വൈറ്റ് ലൈൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ചെറിയ കർവ്ഡ് വീനക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ നെക്ക് നല്ല ഫിനിഷിങ് ആയിട്ട് ഇതാ വൈറ്റ് ലേസും കൊടുത്ത് റെഡ് ഫ്ലവറും കൂടെ ആട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ സ്ലീവ് സാധാ സ്ലീവാണ് കേട്ടോ. ഇതാണ് കൊടുത്തേക്കുന്നത്. കയ്യിൽ നല്ല അടിപൊളി ലേസാണ് കേട്ടോ. കാണാമല്ലോ അല്ലേ, നല്ല അടിപൊളി വൈറ്റ് ലേസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അടിയിലും കൂടെ കൊടുത്തിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. നമ്മൾ അടിയിൽ ഞൊറിയുടെ മുകളിൽ വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കയ്യെ കൊടുത്തേക്കുന്ന സെയിം ലേസ് തന്നെയാണ് കേട്ടോ താഴെയും കൊടുത്തേക്കുന്നത്. ഇച്ചിരി കോൾഡിൻ്റെ ഇതുള്ളതുകൊണ്ട് സൗണ്ട് ഇത്തിരി പ്രശ്നമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൗണ്ട് ചേച്ചി കൂട്ടി പറയാനായിട്ട്. ഒച്ച അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. മാക്സിമം ഒച്ചയിൽ പറയുന്നുണ്ട്. അപ്പം ത്രോട്ട് ഇച്ചിരി പ്രശ്നമാണ്, അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് പ്രശ്നം തന്നെ. ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതാണ്. ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നേക്കണ നെക്കാണ് വീനക്ക് വന്നേക്കണത്. ഇതൊരു എന്താ പറയുക ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. നമ്മുടെ ചാണകപ്പച്ച എന്ന് പറയും, പക്ഷെ ചാണകപ്പച്ചയുടെ ഡാർക്ക് കളറാണ് കേട്ടോ. അതിൽ വൈറ്റ് ഡിസൈനാണ് വന്നേക്കണേ. അപ്പം നമ്മളിതാ ബട്ടൺസും അതിന് മാച്ചിങ്ങുള്ള ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇതിൻ്റെയും സെയിം തന്നെ കേട്ടോ. അവർക്ക് പഫ് കൈ വേണ്ട, സാധാ കൈ മതി. അതിൻ്റെ അടുത്ത് ലേസ് എഴുതിയെന്ന് പറഞ്ഞാൽ നമ്മൾ അതാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ലേസ് കൊടുക്കുമ്പോൾ വെച്ചാൽ കൈക്ക് ഇച്ചിരി അവർക്ക് ഇറക്കം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 ഇഞ്ച് ലെങ്ത്താണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതും കൂടെ കൊടുക്കുമ്പോൾ ഒരു ജസ്റ്റ് കൈക്ക് ഒരു ഇച്ചിരി കൂടെ ഇറക്കം ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മൾ കൈക്കൊക്കെ മാക്സിമം ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞവർക്ക് അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അടിയിൽ ഞൊറിയുടെ മേളിലും ഈ കയ്യെ കൊടുത്തേക്കുന്ന ലേസ് തന്നെ കൊടുത്തിട്ടുണ്ടേ. ഇതാണ് നല്ല ഭംഗിയുള്ള ആ ലേസാണ് കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിതാ മൂന്നാമത്തെ അവരുടെ ഓർഡറാണേ. ഇത് അവർ മോഡലിട്ട് നമ്മൾ ജാസിക്ക് ഈ മോഡൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മോഡൽ കാണിച്ചിട്ട് അതേ സെയിം ചെയ്ത് തരാനാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ നെക്ക് ഇത് മുന്നേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് ആണ് കൊടുക്കാറ്. അപ്പോൾ അതായത് ഇതിനകത്ത് നമ്മൾ വൈറ്റ് ലേസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ജാസിക്ക് നമ്മൾ അങ്ങനെ ആയിരുന്നു കൊടുത്തത്. അപ്പോൾ അതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ബ്ലാക്ക് ഷോ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട്. കൈ സെയിം അത് തന്നെയാണ് കേട്ടോ, ആ മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ അടിയിൽ ഞൊറിയുടെ മേളിലും നമ്മൾ വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വരുന്നത്. ഇതൊരു ബ്ലാക്കും വൈറ്റും അതിനകത്തൊരു ചെറിയ മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ ഇതിനകത്ത് ആ യെല്ലോ വരുന്നത്. ഇത് 3 എണ്ണമാണ് കൊച്ചിയിൽ നിന്നുള്ള ഓർഡർ. പിന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ഓർഡറാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. ഇത് എയർലൈൻ നൈറ്റിയാണേ. ഇതാണ് വരുന്നത്. അപ്പോൾ സിബ് വെച്ചിരിക്കുന്ന മോഡലുകൾ ഏതാണ് നമ്മുടെ ചോദിക്കാറുണ്ട്. നമ്മൾ റൗണ്ട് സ്ക്വയർ ഇതേ മോഡലിലാണ് നമ്മൾ സിബ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെച്ചാൽ നമ്മൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് ആയിരിക്കും സിബ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മോഡലുകൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോടായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് വേണ്ട, പടി മാത്രം മതി, എൻ്റെ അതിൽ ഫ്ലവർ വെച്ചാൽ മതി എന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫീഡിങ് സിബാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇത്രയാണ് 8 ഇഞ്ച് ഫീഡിങ് ഓപ്ഷൻ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇത്രയാണ് വരുന്നത്. പിന്നെ ഇതാ സ്ലീവ് സാധായാണ്. ഇതിൻ്റെ അവരുടെ 2 എണ്ണം പഫ് സ്ലീവ്, 2 എണ്ണം സാധാ സ്ലീവ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് സാധാ സ്ലീവ് ആയിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതാ ഫുൾ ലെങ്ത് എന്നാണ്. ഒരു ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പം നമ്മൾ അതിനൊരു ചേരുന്ന ഒരു ഫ്ലവറും കൂടെ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അവരുടെ നെക്സ്റ്റ് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. ഇതാണ് വന്നേക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ നെക്കയിൽ അവരുടെ ഒന്നിനും ലേസ് കൊടുത്തിട്ടില്ല കേട്ടോ. അവർക്ക് ലേസ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലേസ് കൊടുത്തിട്ടില്ല. ഇതിന് മുന്നേ നമ്മൾ ഇങ്ങനെ തന്നെ ആട്ടോ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് തന്നെ. അവർക്ക് നെക്കയിൽ വൈറ്റ് പാച്ച് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെയിം കളർ തന്നെ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അതാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ബ്ലൂ തന്നെ ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് സാധാ സ്ലീവ് ആട്ടോ കൊടുത്തേക്കുന്നത്. ഇതാണ് ഫുള്ള് വരുന്നത്. സാധാ എയർലൈൻ നൈറ്റി തന്നെയാണ്. സിബ് ഉണ്ടെന്നുള്ളൂ. പിന്നെ ഫ്ലവറും ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അവരുടെ നെക്സ്റ്റ് ഒരു മെറൂണാണ്. മെറൂണിൽ വൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 എണ്ണം അവർ റൗണ്ട് നെക്കും 2 എണ്ണം സ്ക്വയർ നെക്കും ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിന് നമ്മളോട് പഫ് സ്ലീവ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത്. നെക്കെ കൊടുത്തേക്കുന്നത് ഉണ്ണിയും കൊണ്ട് തന്നെ നമ്മൾ കൈയുടെ അറ്റത്ത് പൈപ്പിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഫ്ലവർ ആണ് നെക്കയിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. പിന്നെ
ലേസ് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഫുൾ ലെങ്ത് ആണ്. ഇതാണ് ഇവരുടെ വരണം കേട്ടോ. അപ്പോൾ ഈ മോഡൽ സ്ക്വയർ റൗണ്ട് നമ്മൾ സിബ് കൊടുക്കുന്ന മോഡലാണ് കേട്ടോ. പിന്നെ ഇത് അവരുടെ ലാസ്റ്റത്തത് ഇതാണേ, ഒരു മജന്ത പിങ്ക് ആണ്. അപ്പോൾ ഇവർക്ക് നെക്കയിൽ നമ്മൾ ഇതിന് മാച്ചിങ് പടി വരുന്നത് ബ്ലാക്ക് ആണ്. പക്ഷെ അവർക്ക് ബ്ലാക്ക് വേണ്ട, സെയിം കളർ തന്നെ കൊടുത്താൽ മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന് മാച്ചിങ് വരുന്നത് നമ്മുടെ കയ്യിൽ കറക്റ്റ് ഈ കളർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിന് ഏറെക്കുറെ മാച്ച് ആവുന്ന ഒരു പിങ്ക് കളർ നമ്മൾ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെയും കൈ പഫ് സ്ലീവ് ആണേ. അപ്പോൾ അതെ, ഇത് നമ്മുടെ സിബ് വയ്ക്കുന്ന മോഡലുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മോഡലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഫുള്ള് വരുന്നത്. കണ്ടല്ലോ അല്ലേ, ഇതാണ് സിബ് കൊടുത്തേക്കുന്ന മോഡൽ. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയുടെ കഴിഞ്ഞ ദിവസം താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്ക്വയർ നെക്കിൻ്റെ കട്ടിങ് വീഡിയോ ഇടാം. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ ഫ്രോക്കിൻ്റെ ആണെങ്കിലും ചുരിദാർ നൈറ്റിയുടെ ആണെങ്കിലും ഒക്കെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ്, ബാക്കിയുള്ള മോഡലിനൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ അധികം കിടക്കുന്നത് ലോങ് വീഡിയോയിലാണ്. അപ്പോൾ ഷോർട്ട് കാണുന്നവരായിരിക്കും അത് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോങ് വീഡിയോ അങ്ങനെയുള്ളവർ ലോങ് വീഡിയോസും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ അത്യാവശ്യം കട്ടിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ, നമ്മൾ റിക്വസ്റ്റ് പറയുവാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ സ്ഥലവും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഏത് സമയവും പറഞ്ഞ് ബോറാവണ്ടല്ലോ എന്ന് കരുതി പറയാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്രസ്സിൽ അതെല്ലാം അഡ്രസ്സ് ഫുള്ള് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മളത് പറയാതിരുന്നത്. അപ്പോൾ ചോദിച്ചത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ എറണാകുളം ജില്ലയാണ്. അതായത് ഇപ്പോൾ അകലെ എന്നുള്ളവർക്ക് ചിലപ്പോൾ നമ്മുടെ മണ്ണത്തൂർ എന്നുള്ള സ്ഥലം എവിടെയാണെന്ന് ചിലപ്പോൾ അറിയില്ലായിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കും കൂത്താട്ടോളത്തിനും അടുത്തായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ മൂവാറ്റുപുഴ പെട്ടതാണെങ്കിലും നമ്മുടെ ബോർഡർ വരുന്നത്, അതായത് നമുക്ക് ടൗൺ അതിർത്തി അധികം അടുത്ത് വരുന്നത് കൂത്താട്ടോളാണ്. അപ്പോൾ കൂത്താട്ടോളം എന്ന് പറഞ്ഞാൽ അകലെ ജില്ലക്കാർ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അധികം മൂവാറ്റുപുഴ എന്ന് പറയണേ. മൂവാറ്റുപുഴ ആണെങ്കിൽ നമുക്ക് കൂത്താട്ടോളത്തോട് അടുത്താണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. അതാണ് മണ്ണത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ ശരിക്കും ഷോപ്പും കടയൊക്കെ വീടും ഒക്കെ വരുന്നത് മണ്ണത്തൂരാണ് കേട്ടോ. അപ്പോൾ അത് അറിയില്ലാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയുന്നതാണേ. അപ്പോൾ അത് നമ്മുടെ കൊളാബ് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ സിയാനൈറ്റീസിൻ്റെ ഇൻസ്റ്റാ പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് അത് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, നമ്മുടെ പുതിയ കൊളാബ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അത് നമ്മൾ വരുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കൊളാബ് കണ്ടിട്ട് നമ്മളോട് ചോദിക്കുന്ന കുറേ നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ആ സെയിം നമുക്ക് കിട്ടുമെന്നാണ് അധികം പേരും ചോദിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് ഇപ്പോൾ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് പുതിയതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം. നമ്മുടെ സ്ഥിരം കാണുന്നവർക്ക് അറിയാം. അതെന്ന് വെച്ചാൽ നമ്മൾ കൊളാബ് കൊടുത്തിട്ട് അവരിത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന മിക്കവാറും പേരും ഒരു 2 മാസം 3 മാസം ഒക്കെ എത്തിയിട്ടായിരിക്കും നമ്മളിവിടെ അയച്ചിട്ട് നമ്മൾ അതിൻ്റെ അയക്കുന്ന വീഡിയോസൊക്കെ വേണ്ടി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാണ് അയച്ചേക്കുന്നത്. അപ്പം അവർ 2 മാസം അല്ലെങ്കിൽ 3 മാസത്തോളം അടുപ്പിച്ചായിരിക്കും സാധനം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ആ മെറ്റീരിയൽസ് എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഓരോ ആഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴാണ് നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നത്. അപ്പോൾ ആ എടുക്കുന്ന സ്റ്റോക്ക് നമുക്ക് ആ ആഴ്ച തന്നെ തീർന്നു പോകും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കുമ്പോൾ മെറ്റീരിയൽസ് മാറിയാണ് എടുത്തിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ആ മെറ്റീരിയൽസ് ഇവർ പോസ്റ്റ് ചെയ്ത് 1 2 അല്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ടായിരിക്കും അവരത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും ആ മെറ്റീരിയലിൻ്റെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ആ മെറ്റീരിയൽസ് കിട്ടത്തില്ല. അപ്പം നമ്മുടെ അടുത്ത് 1 കൊല്ലം മുന്നേ നമ്മൾ ചെയ്ത കൊളാബിൻ്റെ സെയിം മെറ്റീരിയൽ കിട്ടുമെന്ന് അന്വേഷിച്ച് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ആ ഒരു കൊളാബൊക്കെ നമ്മൾ 1 കൊല്ലം 2 കൊല്ലം മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴായിരിക്കും നിങ്ങളത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സെയിം മെറ്റീരിയൽ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം അതൊക്കെ പഴയ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അടുത്ത് പുതിയ സ്റ്റോക്ക് വന്ന മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് നിലവിലുള്ള മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ ആണ് അയച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ മോഡൽസ് നമ്മൾ ഇൻസ്റ്റാ പേജിൽ കിടക്കുന്ന ഏത് മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അളവും പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ വീഡിയോസ് കാണാത്തവരായിരിക്കാം വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധയിൽ പെടുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇൻസ്റ്റയിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നവർ ഈ യൂട്യൂബ് കാണുന്നവർ എല്ലാവരും കാണണമെന്നല്ല. അപ്പോൾ കാണുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.